നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1187 ചിങ്ങം 14 2011 സെപ്റ്റംബർ 30 വെള്ളിയാഴ്ച. 106.3 മെഗാഹെർട്സിൽ FM ബാൻഡിൽ വിദ്യാരംഗം സ്കൂൾ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇത് വിദ്യാരംഗം സ്കൂൾ റേഡിയോ. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 12:35 സ്കൂൾ വാർത്തകൾ, 12:40 ശാസ്ത്രലോകം. ഈ പരിപാടിയിൽ അന്താരാഷ്ട്ര വവ്വാൽ വർഷത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ പരിപാടി, പുസ്തക പരിചയം എന്നിവ കേൾക്കാം. 12:50 എന്റെ മലയാളം. ഈ പരിപാടിയിൽ 9ാം തരത്തിലെ മലയാള പാഠപുസ്തകത്തിലെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയുടെ ആസ്വാദനം കേൾക്കാം. 1 മണിക്ക് മഞ്ചാടി. ഇന്നത്തെ മഞ്ചാടിയിൽ നാടൻ പാട്ടുകൾ, മോണോ ആക്ട് എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനകം സ്കൂൾ വാർത്തകൾ കേൾക്കാം. വാർത്തകൾ. വാഗ്ബടാനന്ദനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ശ്രമഫലമാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിലെത്തിയത്. ഡോക്ടർ ബി ഇക്ബാൽ. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾ മുൻനിരയിലെത്താൻ പരിശ്രമിക്കണം. പഞ്ചായത്ത് പ്രസിഡന്റ്. സ്കൂൾ ഡയറിയുടെ പ്രകാശനവും ഐഡന്റിറ്റി കാർഡ് വിതരണവും സ്കൂളിൽ നടന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂൾ തല സാഹിത്യോത്സവം ഒക്ടോബർ 7. സബ് ജില്ലാ, ജില്ലാ ഗെയിംസ് മേളകൾ സമാപിച്ചു. നമസ്കാരം, ഞാൻ ജിഷ്ണു. വാർത്തകൾ വിശദമായി. സ്കൂൾ ഡയറിയുടെ പ്രകാശനവും ഐഡന്റിറ്റി കാർഡ് വിതരണവും കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂളിൽ നടന്നു. കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബി ഇക്ബാലാണ് സ്കൂൾ ഡയറി പ്രകാശനം ചെയ്തത്. സരസമായ പ്രഭാഷണത്തിലൂടെ ഡോക്ടർ ഇക്ബാൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ഡോക്ടർ ഇക്ബാലിന്റെ പ്രസംഗത്തിൽ നിന്ന് അല്പഭാഗം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ ശ്രമഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ വിദ്യാഭ്യാസ അവകാശം, പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തില് അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ ഇതുപോലുള്ള സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഒക്കെ കേരളത്തിലുടനീളം ഉണ്ടാകുകയും വിദ്യാഭ്യാസത്തിൽ കേരളം ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തതിന്റെ കാരണം ഇതുപോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ശ്രമഫലമായിട്ടാണ്. അതുകൊണ്ട് വാഗ്ബടാനന്ദന്റെ നാട്ടിൽ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട് സത്യത്തിൽ പാഠ്യക്കാർക്കൊരു പ്രത്യേക പദവി തന്നെ കേരളത്തിലുണ്ടെന്ന് എന്റെ അഭിപ്രായം. നിങ്ങൾ അഭിമാനിക്കണം, അഭിമാനത്തോടുകൂടി പറയണം. പക്ഷെ വാഗ്ബടാനന്ദൻ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാളാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. അതിന്റെ ഒരു മുദ്ര നിങ്ങളുടെ മനസ്സിൽ കാണണം. ഇതാണ് സാമൂഹ്യ നീതിയോട്, സമൂഹത്തിലെ ഏറ്റവും താഴെക്കെട്ടുള്ള ആളുകളോടുള്ള നമ്മുടെ പ്രതിബദ്ധത. വാഗ്ബടാനന്ദൻ, പാട്യം ഗോപാൽ ഇവർക്കൊക്കെ ജന്മം നൽകിയ പ്രദേശത്ത് നിന്ന് വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അത് നിങ്ങളുടെ ഹൃദയത്തിൽ മുദ്രീകരിക്കപ്പെടണം. പാട്യം ഗ്രാമത്തിന് കേരളത്തിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ടെന്നും വാഗ്ബടാനന്ദനെയും പാട്യം ഗോപാലനെയും പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും നേതാക്കളുടെയും ശ്രമഫലമാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് മുൻനിരയിലെത്തിയതെന്ന് ഡോക്ടർ ബി ഇക്ബാൽ പ്രസ്താവിച്ചു. വിദ്യാർത്ഥികൾ ഒരു വർഷം 50 പുസ്തകങ്ങളെങ്കിലും വായിക്കണമെന്നും സ്കൂൾ ഡയറിയിലെ പേജുകൾ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതാൻ നീക്കിവെക്കണമെന്നും ഡോക്ടർ ഇക്ബാൽ വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. എന്തുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞ ആബ്സെൻസ് റെക്കോർഡും ഇല്ല, ലീവ് ലേറ്റ് അറിയലും ഇല്ല, ഡിസിപ്ലിനറി ആക്ഷനും ഇല്ല. അവിടെ എല്ലാം നമ്മൾ വായിച്ച പുസ്തകങ്ങളാണ് എഴുതുന്നത്. അടുത്ത വർഷം നമ്മുടെ സ്കൂൾ ഡയറി വരുമ്പം ആ പേജുകളെ പാടില്ല, അതിന്റെ ആവശ്യമില്ല. ഈ കുട്ടികളൊക്കെ വളരെ മിടുക്കരാണ്, അവരൊക്കെ സമയത്തെത്തുന്നവരാണ്, കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാത്തവരാണ്, ദുഷിപ്പിക്കാത്തവരാണെന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങളുടെ മുഖം കാണുമ്പോൾ
പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ യശസ് ഉയർത്തിപ്പിടിക്കത്തക്ക വിധത്തിൽ വിദ്യാർത്ഥികൾ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മുൻനിരയിലെത്തണമെന്ന് പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജലജ ടീച്ചർ നിർദ്ദേശിച്ചു. ഹൈസ്കൂൾ കുട്ടികൾക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി ജലജ ടീച്ചർ. നമ്മുടെ ഈ പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠനത്തിൽ ഏറ്റവും മുൻനിരയിലേക്ക് എത്താൻ സാധിക്കണം. നമുക്ക് ഈ അടുത്ത SSLCയിൽ ഏറ്റവും കൂടുതൽ 100% വിജയം ഉണ്ടാക്കിയെടുക്കുവാനും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മികച്ച മാർക്ക് വാങ്ങാനും സാധിക്കണം. ചടങ്ങിൽ ദേശാഭിമാനി കണ്ണൂർ മാനേജർ ശ്രീ M സുരേന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് ശ്രീമതി റോജ തുടങ്ങിയവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് ശ്രീ കുറ്റിച്ചി പ്രേമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിൻസിപ്പാൾ രാജൻ മാസ്റ്റർ സ്വാഗതം പറയുകയും സ്റ്റാഫ് സെക്രട്ടറി നന്ദി പറയുകയും ചെയ്തു. വിദ്യാരംഗം കലാസാഹിത്യവേദി സ്കൂൾ തല സാഹിത്യോത്സവം അടുത്ത വെള്ളിയാഴ്ച ഒക്ടോബർ 7 സ്കൂളിൽ നടക്കും. കഥാരചന, കവിതാരചന, ഉപന്യാസരചന, ചിത്രരചന, കാവ്യമഞ്ജരി, നാടൻപാട്ട് തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ അജേഷ്മ ടീച്ചർ വശം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പ് പേര് നൽകേണ്ടതാണ്. സബ് ജില്ലാ സാഹിത്യോത്സവം ഒക്ടോബർ 19 ചെറുവാഞ്ചേരി പാട്യം ഗോപാലൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നതാണ്. വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിൽ ചിത്രരചന, ഉപന്യാസരചന, ക്യൂസ് മത്സരങ്ങൾ നടന്നു. ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2, 3 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ സ്കൂൾ തല വിജ്ഞാനോത്സവം കഴിഞ്ഞ ദിവസം നടന്നു. ഫലം അറിവായിട്ടില്ല. ഇനി സ്പോർട്സ് വാർത്തകൾ. ഉപജില്ലാ മേളയിൽ സെലക്ഷൻ ലഭിച്ച ഹൈസ്കൂൾ ടീമിൽ ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കൂത്തുപറമ്പ് ഉപജില്ലാ നീന്തൽ മത്സരം ഒക്ടോബർ 2 തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രകുളത്തിൽ വെച്ച് നടക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ഇത് വിദ്യാരംഗം സ്കൂൾ റേഡിയോ GHSS പാട്യം. അടുത്ത പരിപാടി അല്പസമയത്തിനകം. വിദ്യാരംഗം സ്കൂൾ റേഡിയോ. ശാസ്ത്രലോകം. നമസ്കാരം. ശാസ്ത്രലോകം പരിപാടിയിലേക്ക് സ്വാഗതം. വവ്വാലുകൾ ഇരുട്ടിന്റെ മാലാഖമാർ. നമസ്കാരം. ശാസ്ത്രലോകം പരിപാടിയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ശാസ്ത്രലോകം കൂട്ടുകാരെ, 2011 വർഷം അന്താരാഷ്ട്ര വവ്വാൽ വർഷമായി ആചരിച്ചു വരികയാണല്ലോ. ലോകമെമ്പാടും ജൈവവൈവിധ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികകളാണ് വവ്വാലുകൾ. പക്ഷികൾ കഴിഞ്ഞാൽ ജന്തുലോകത്തിൽ പൂർണ്ണമായും പറക്കാൻ കഴിയുന്ന വിഭാഗമാണിവ. സസ്തനികളിൽ ചിറകുവീശി പറക്കുന്ന ഏക വിഭാഗവും വവ്വാലുകളാണ്. ഭൂമുഖത്ത് ഇതുവരെ 4000-ൽ പരം സസ്തനികളെ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ 1100 ഇനവും ഈ വിഭാഗത്തിൽപ്പെട്ടവയാണ്. രൂപം കൊണ്ട് ഇവ 2 തരത്തിലുണ്ട്. വലിയ ഇനങ്ങളായ വവ്വാലുകളും ചെറിയ ഇനങ്ങളായ അടക്കാവാതിൽ അഥവാ കടവാതിലുകളും. കൈറോറ്റീറ ഗോത്രത്തിൽ 17 കുടുംബങ്ങളിലായി 1100 ഇനം വവ്വാലുകളെ ലോകത്തെമ്പാടുമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ 7 കുടുംബങ്ങളിലായി 119 ഇനങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ 6 കുടുംബങ്ങളിലായി 93 ഇനങ്ങളെയും. പഴംതീനി വവ്വാലുകൾ എന്ന വിഭാഗത്തിൽപ്പെട്ട 3 ഇനം വവ്വാലുകൾ കേരളത്തിൽ കാണപ്പെടുന്നു. ഫ്ലൈയിംഗ് ഫോക്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പഴംതീനി വവ്വാലാണ് ഇന്ത്യയിൽ സർവ്വസാധാരണം. തന്നെയുമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ വവ്വാലുകളാണിവ. 1 മീറ്ററിലധികം വലിപ്പത്തിലുള്ള ചിറകും കുറുക്കനെ പോലുള്ള മുഖവും ഉള്ള ഇവ പഴങ്ങൾ തേടി കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നു. ഇലയും പൂക്കളും ഒക്കെ ഭക്ഷണമാക്കാറുള്ള ഇവ വൻമരങ്ങളിലാണ് ചേക്കേറുന്നത്. മികച്ച ജൈവവൈവിധ്യ സംരക്ഷകരാണിവർ. 450-ലേറെ സസ്യങ്ങളിൽ ഇവ പരാഗണം നടത്തുന്നതായും 110-ലേറെ സസ്യങ്ങളിൽ വിത്ത് വിതരണം നടത്തുന്നതായും പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രാണികൾ പ്രധാന ഭക്ഷണമായുള്ള വവ്വാലുകളാണ് മാംസഭോജി വവ്വാലുകൾ. ഇവ വലിപ്പത്തിൽ ചെറുതാണ്. മത്സ്യങ്ങൾ, ഉരകങ്ങൾ, തവളകൾ, പക്ഷികൾ എന്നിവയെ ഇവയിൽ ചില ഇനങ്ങൾ ഭക്ഷിക്കാറുണ്ട്.
5 കുടുംബങ്ങളിലായി 25 മാംസഭോജി വവ്വാലുകൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ കണ്ടുവരുന്ന വവ്വാലുകളിൽ ഏറ്റവും ചെറുത് ചെറുഅടക്കാവാതിലാണ്. വവ്വാലുകളിൽ സുന്ദരൻ വാഴത്തോപ്പുകളിൽ കണ്ടുവരുന്ന ചിത്ര വവ്വാൽ പെയിന്റഡ് ബാറ്റ് ആണ്. മാംസഭോജി വവ്വാലുകൾ പൊതുവെ മനുഷ്യന് നാശം വിതയ്ക്കുന്ന നിരവധി പ്രാണികളെ അകത്താക്കുന്നുണ്ട്. മനുഷ്യന്റെ ഉത്തമ സുഹൃത്തുക്കളാണ് ഈ ജീവികൾ. ലോകത്താകമാനം ഇവ വംശനാശ ഭീഷണി നേരിടുന്നു. ഇവയിൽ പകുതിയിലധികവും റെഡ് ഡാറ്റ ബുക്കിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. തേക്കടി വന്യജീവി സങ്കേതത്തിൽ കണ്ടെത്തിയ സലീം അലിയുടെ പഴംതീനി വവ്വാലിനെ പ്രത്യേകം സംരക്ഷിച്ചു വരുന്നു. ഈ സസ്തനികളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും നമുക്ക് ഈ അന്താരാഷ്ട്ര വവ്വാൽ വർഷത്തിൽ സമയം കണ്ടെത്താം. ഇനി പുസ്തക പരിചയം. പ്രപഞ്ച രഹസ്യങ്ങളുടെ താക്കോൽ. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾക്ക് മാനവരാശിയോളം പഴക്കമുണ്ട്. കൗതുകങ്ങളുടെ കലവറയായ ആകാശം നോക്കി പ്രാചീന മനുഷ്യൻ മിത്തുകളും മായിക കഥകളും മെനഞ്ഞെടുത്തു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കടന്നുവരവ് പ്രപഞ്ചത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായ പര്യവേക്ഷണം നടത്താൻ മനുഷ്യനെ പ്രാപ്തനാക്കി. 20-ാം നൂറ്റാണ്ടിലെ ആധുനിക ശാസ്ത്രത്തിന്റെ തേരോട്ടത്തിൽ എണ്ണമറ്റ രഹസ്യങ്ങൾ അനാവൃതമായി. ഒരിക്കലും ഉത്തരം കിട്ടില്ലെന്ന് വിധിക്കപ്പെട്ട നിരവധി സമസ്യകളുടെ ചുരുളഴിഞ്ഞു. ഒരു കാലത്ത് അനന്തവും അജ്ഞാതവും അവർണ്ണനീയവും ആണെന്ന് കരുതപ്പെട്ടിരുന്ന പ്രപഞ്ചത്തിന്റെ വലിപ്പം, ഘടന, വിന്യാസം, വികാസ പരിണാമങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ ഇന്ന് മനുഷ്യൻ നേടിയെടുത്തു കഴിഞ്ഞു. പ്രപഞ്ച പഠനത്തിന്റെ ചരിത്ര വഴികളിലൂടെ ഒരു യാത്ര. അതാണ് പ്രപഞ്ച രഹസ്യങ്ങളുടെ താക്കോൽ എന്ന പുസ്തകം. പ്രാചീന സങ്കല്പങ്ങൾ തൊട്ട് ഏറ്റവും പുതിയ ഗവേഷണ ഫലങ്ങൾ വരെ ഈ പുസ്തകത്തിൽ അവലോകനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സരളമായ ശൈലി, സമഗ്രമായ പ്രതിപാദനം, യുക്തിബദ്ധമായ അവതരണം ഇവ കൊണ്ട് ശ്രദ്ധേയമായ ഈ രചന മൈത്രി ബുക്സ് തിരുവനന്തപുരമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ശാസ്ത്രലോകം പരിപാടി ഇവിടെ സമാപിക്കുന്നു. വിദ്യാരംഗം സ്കൂൾ റേഡിയോ. ഇന്നത്തെ എന്റെ മലയാളം പരിപാടിയിൽ 9-ാം തരത്തിലെ മലയാള പാഠപുസ്തകത്തിലെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയുടെ ആസ്വാദനം കേൾക്കാം.